ഹലോ എവ്രി വൺ. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒക്ടേവ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ ഒക്ടേവ്സ് എങ്ങനെയാണ് നമ്മൾ പ്ലേ ചെയ്യാനായിട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഹയർ ഒക്ടേവ്, മിഡിൽ ഒക്ടേവ്, ലോവർ ഒക്ടേവ് എന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇത് മനസ്സിലാവാത്തവർ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് ഈ ക്ലാസ് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് നമ്മൾ മന്ത്രസ്ഥായി എന്നാണ് പറയുക. അതുപോലെ ഇത് മധ്യസ്ഥായി, പിന്നെ ഇത് താരസ്ഥായി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ഒക്ടേവ്സിന് പേര് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ബേസിക്കായിട്ട് ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ നമ്മൾ ഈ ഒരു മധ്യസ്ഥായിൽ വെച്ചിട്ടാണ്, അതായത് മിഡിൽ ഒക്ടേവിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ കീസ് എങ്ങനെയൊക്കെയാണ് നമുക്ക് തിരിച്ചറിയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നമ്മളുടെ ഈ 2 ബ്ലാക്ക് കീൻ്റെ ഇവിടെ നിന്ന് ഈ 3 ബ്ലാക്ക് കീ തീരുന്ന ഈ വൈറ്റ് കീയിലാണ് നമ്മളുടെ സ്വരങ്ങൾ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മിഡിൽ ഒക്ടേവിൽ നമുക്ക് ഈ ഒരു 2 ബ്ലാക്ക് കീൻ്റെ ഫസ്റ്റ് കീ ആണ് നമുക്ക് സാ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ ഓരോ നോട്ട്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് വെസ്റ്റേൺ മ്യൂസിക്കിൽ, അതുപോലെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ, അതുപോലെ കർണാട്ടിക് മ്യൂസിക്കിലൊക്കെ നമ്മളുടെ ഈ ഓരോ സ്വരങ്ങൾക്ക് ഓരോ ടൈപ്പിലാണ് പറയുന്നത്. മ്യൂസിക്കിൽ നമുക്ക് ഒരേപോലെയല്ല പറയുന്നത്. അതായത് നമ്മൾ ഹിന്ദുസ്ഥാനിയിൽ നമ്മൾ സാധാരണ ഇതിൻ്റെ കീസ് മനസ്സിലാവാനായിട്ട് സാ രേ ഗ മ പ ധ നി സ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ കർണാട്ടിക് മ്യൂസിക്കിലാണെങ്കിൽ നമുക്ക് 1 2 3 4 5 6 7 ഓക്കെ 7 സ്വരങ്ങൾ നമ്പറിലാണ് പറയാം. അതേസമയം വെസ്റ്റേൺ മ്യൂസിക്കിൽ, പാശ്ചാത്യ സംഗീതത്തിൽ നമ്മൾ ഈ ഒരു നമ്മൾ ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യുക. അതായത് CDEFGAB അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ക്രമത്തിലാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളുടെ ഈ 2 കീൻ്റെ ഫസ്റ്റ് കീ, നമ്മളുടെ ഈ 2 ബ്ലാക്ക് കീൻ്റെ ലെഫ്റ്റിൽ വരുന്ന ഫസ്റ്റ് വൈറ്റ് കീ നമുക്ക് സാ ആയിട്ടാണ് വരുന്നത്. അതിന് കർണാടകയിൽ 1 എന്ന് പറയും. വെസ്റ്റേണിൽ നമ്മൾ സിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക, സി എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ഫസ്റ്റ് ബിഗിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലൊരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ചിട്ട് മാത്രം, സ്റ്റിക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ മിക്സ് ആയിട്ട് ഇത് എവിടേക്കാണോ ഇതിൻ്റെ കീസ് കിടക്കുന്നതെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ സ്റ്റിക്കി നോട്ട്സ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ ഈ മധ്യസ്ഥായിൽ വരുന്ന, അതായത് മിഡിൽ ഒക്ടേവിൽ വരുന്ന ഫസ്റ്റിലത്തെ 2 ബ്ലാക്ക് കീൻ്റെ ലെഫ്റ്റിലാണ് നമ്മൾ സാ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് സാ വരുന്നത്, ഈ ഒരു കീയിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സാ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതേ സ്വരങ്ങൾ നമുക്ക് ഈ ഭാഗത്തും നമ്മൾ ഹാർമോണിയത്തിൻ്റെ ഈ ഭാഗത്തും വരുന്നുണ്ട്. കീബോർഡിൻ്റെ 3 സൈഡിലും നമുക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ആദ്യം നമുക്ക് മധ്യസ്ഥായിൽ വെച്ചിട്ടാണ്. ഓക്കെ, അതായത് മിഡിൽ ഒക്ടേവിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സാ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇനി രേ. ഇപ്പോൾ നമ്മളിവിടെ രീ എന്നല്ല എഴുതിയിട്ടുള്ളത്, രേ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ നമ്മൾ സാ രീ എന്നല്ല പ്രൊനൗൺസ് ചെയ്യുക, സാ രേ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കർണാടകയിലൊക്കെ ആണെങ്കിൽ സാ രീ ഗ മ അങ്ങനെ സാ രീ ആണ് വരുന്നത്. പക്ഷേ ഹിന്ദുസ്ഥാനിൽ നമ്മൾ സാ രേ, ഹിന്ദുസ്ഥാനി മ്യൂസിക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ രേ നിഗ, ഇനി മ, അതായത് 7 സ്വരങ്ങളും ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഒക്ടേവ് സ്റ്റാർട്ട് ചെയ്യണതാണ് ഈ സാ വരുന്നത്. ഓക്കെ, അപ്പോൾ സാ രേ ഗ മ പ ധ നി അത്രയാണ് നമുക്ക് 7 സ്വരങ്ങൾ വരുന്നത്. പിന്നെ വരുന്ന കീ വീണ്ടും നമുക്ക് സാ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അത് നമുക്ക് ഇതുപോലെ നമ്മളുടെ താരസ്ഥായിലേക്ക് പോകും. ഓക്കെ,
അപ്പോൾ അവിടുത്തെ ആ ഒരു ഭാഗത്തുള്ള സായാണിത്. അപ്പോൾ നമ്മൾ കീ പ്രസ് ചെയ്ത് വന്നിട്ട് നമ്മൾ നീ കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യുന്നത് ഈ ഒരു സാലാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഫിംഗേഴ്സ് വെക്കാനായിട്ട് ഓരോ രൂപങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫിംഗേഴ്സ് ഓരോന്നിൽ പ്ലേ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കീബോർഡ് ഉള്ളവർ ഇതേപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗം ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.